ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിവിടെ ചിക്കൻ സൂപ്പാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ചൂടത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള 2 കഷ്ണം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി. ഇത്രയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ 2 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ഇതൊന്ന് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു സ്റ്റോക്കിലേക്ക് നമ്മുടെ ആ ഒരു ചിക്കൻ ഇതുപോലെ ഒന്ന് പിച്ചിയെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഇതുപോലെ തിന്നായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 കപ്പ് പട്ടാണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ള പട്ടാണിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഒരു ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരുന്ന വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു കോഴിമുട്ട ഇതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്, അത് ഇതേപോലെ ഒന്ന് നമുക്ക് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അവസാനമായിട്ട് നമുക്കിതിലേക്ക് കോൺഫ്ലോർ കലക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ എടുത്തിട്ട് നമ്മൾ കലക്കി ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ നമ്മുടെ സൂപ്പ് ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് പോകും. അപ്പോൾ 1 ടീസ്പൂൺ മാത്രം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല പാകത്തിനുള്ള കട്ടിയിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.